കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ FIUG പ്രോഗ്രാമിൻ്റെ റിസൾട്ട് കഴിഞ്ഞ ദിവസം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനോടനുബന്ധിച്ച് റിസൾട്ടുമായി ബന്ധപ്പെട്ടുള്ള റീവാലുവേഷൻ, സ്ക്രൂട്ടിനി, അതേപോലെ ഫോട്ടോ കോപ്പി ഓഫ് ആൻസർ സ്ക്രിപ്റ്റ്, ഇതിൻ്റെ നോട്ടിഫിക്കേഷനും കൂടി യൂണിവേഴ്സിറ്റി പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ഡേറ്റും യൂണിവേഴ്സിറ്റി കൃത്യമായിട്ട് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ ഷീറ്റിൻ്റെ ഫോട്ടോ കോപ്പിക്ക് അപേക്ഷിക്കണമെങ്കിൽ അതിന് യൂണിവേഴ്സിറ്റി പറയുന്ന ഡേറ്റ് 10/8/2026 മുതൽ 16/8/2026 വരെയാണ്. അപ്പം ആൻസർ ഷീറ്റിൻ്റെ ഫോട്ടോ കോപ്പി ആവശ്യമുള്ളവർ ഈ ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്യണം. ഇനി നിങ്ങൾ റീവാലുവേഷൻ അല്ലെങ്കിൽ സ്ക്രൂട്ടനിക്കാണ് അപേക്ഷിക്കുന്നതെങ്കിൽ അതിൻ്റെ ഡേറ്റ് വ്യത്യാസമുണ്ട്. 31/8/2026 അതിൻ്റെ ലിങ്ക് ഓപ്പൺ ആവുക. അവസാന തീയതി 11/9/2026. അപ്പം റീവാലുവേഷനോ സ്ക്രൂട്ടനിക്കോ കൊടുക്കുന്നവർ ആ ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാം. അപ്പം നിങ്ങളത് അപ്ലൈ ചെയ്യുമ്പം നമുക്ക് കഫേയിലൊന്നും പോയി ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ സ്റ്റുഡൻറ്റ് ലോഗിൻ വഴി നമുക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളും, ഫോട്ടോ കോപ്പി ആണെങ്കിലും സ്ക്രൂട്ടിനി ആണെങ്കിലും റീവാലുവേഷൻ ആണെങ്കിലും നമുക്ക് തന്നെ അത് ചെയ്യാൻ പറ്റും. നമ്മുടെ ഫോണിൽ നിന്ന് തന്നെ സ്റ്റുഡൻറ്റ് ലോഗിൻ വഴി ലോഗിൻ ചെയ്തിട്ട് നമുക്കതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പം നിങ്ങളിതിൻ്റെ ഫീസ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെക്കുക. നിങ്ങൾ റീവാലുവേഷനാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഒരു പേപ്പറിന് 840 രൂപയാണ് യൂണിവേഴ്സിറ്റി ചാർജ് ചെയ്യുന്നത്, റീവാലുവേഷൻ ആണെങ്കിൽ. ഇനി നിങ്ങളൊരു പേപ്പറിൻ്റെ ഫോട്ടോ കോപ്പിക്കാണ് അപേക്ഷിക്കുന്നതെങ്കിൽ 240 രൂപയാണ് ഒരു പേപ്പറിന് ചാർജ് വരിക. അതേപോലെ സ്ക്രൂട്ടനിക്കാണ് അപേക്ഷിക്കുന്നതെങ്കിൽ ഒരു പേപ്പറിന് 110 രൂപയാണ്. അപ്പോൾ നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് ഇത് മൂന്നും തമ്മിലുള്ള ഡിഫറൻസുകൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് ഏതാണ് ആവശ്യം അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഫോട്ടോ കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുതിയ ആൻസർ സ്ക്രിപ്റ്റിൻ്റെ ഒരു ഫോട്ടോ പ്രിൻ്റ്, മീൻസ് ഫോട്ടോ കോപ്പി അവരെന്ത് ചെയ്യും? നമുക്ക് നമ്മുടെ അഡ്രസ്സിലേക്ക് അയച്ചു തരികയാണ് ചെയ്യുക. ഇനി സ്ക്രൂട്ടിനിയും റീവാലുവേഷനും തമ്മിലാണ് ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. സ്ക്രൂട്ടിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഇൻവിജിലേറ്റർ വാല്യൂ ചെയ്ത പേപ്പർ അതിൽ നമ്മൾ മാർക്ക് ഇട്ടുണ്ടാവുമല്ലോ, ആ മാർക്ക് ഇട്ട മാർക്കിനെ നമ്മൾ വീണ്ടും ഒന്ന് ആഡ് ചെയ്ത് നോക്കുക മാത്രമേ എവിടെ ചെയ്യുള്ളൂ? സ്ക്രൂട്ടിനി ചെയ്യുള്ളൂ. അല്ലാതെ ഒരാൾ നോക്കിയ പേപ്പർ വീണ്ടും ഒരാൾ അവിടെ എന്ത് ചെയ്യില്ല? ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കില്ല. ഇട്ട മാർക്കുകൾ കൂട്ടിയതിൽ മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് മാത്രമേ നമ്മൾ ഇവിടെ നോക്കുകയുള്ളൂ, സ്ക്രൂട്ടിനിയിൽ നോക്കുകയുള്ളൂ. നിങ്ങൾ റീവാലുവേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി നിങ്ങൾ ഒരു ഇൻവിജിലേറ്റർ നോക്കിയിട്ടുണ്ടാവും. ആ പേപ്പർ വീണ്ടും ഒരാൾ റീവാല്യൂ ചെയ്യുക, കംപ്ലീറ്റ് ആയിട്ട് റീവാല്യൂ ചെയ്തതിനാണ് എന്ത് വിളിക്കുക? റീവാലുവേഷൻ എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഇത് മൂന്നും തമ്മിലുള്ള ഡിഫറൻസ് അറിഞ്ഞു വെക്കുക. എന്നിട്ട് വേണം നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതിന് വേണ്ടി അപ്ലൈ ചെയ്യാം. ഇനിയിപ്പം പല കുട്ടികൾക്ക് ഒരു സംശയം വരാറുണ്ട്, ഈ റീവാലുവേഷനും സപ്ലിമെൻ്ററി ഏതാണ് നല്ലതെന്നുള്ള രീതിയിൽ. ഓക്കെ, ഇപ്പോൾ റീവാലുവേഷൻ നിങ്ങളിപ്പോൾ കൊടുക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം റീവാലുവേഷനിൽ പാസ്സായിട്ടില്ലെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? സപ്ലിമെൻ്ററിയിൽ രജിസ്റ്റർ ചെയ്താൽ മതി. കാരണം സപ്ലിമെൻ്ററി എക്സാം നിങ്ങൾ ഇനി രജിസ്റ്റർ ചെയ്യേണ്ടത് ഇപ്പോൾ ഉള്ള ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികൾ സെക്കൻഡ് സെമസ്റ്റർ എക്സാം എഴുതാൻ പോകുമ്പോഴാണ്. അപ്പോൾ അതിന് സമയമുണ്ട്. അതിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങളുടെ റീവാലുവേഷൻ്റെ റിസൾട്ട് എന്ത് ചെയ്യും? യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യും. ഓക്കെ, അപ്പോൾ റീവാലുവേഷൻ നിങ്ങൾ പാസ്സായിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? സപ്ലിമെൻ്ററിക്ക് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ പാസ്സായിട്ടില്ലെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ സമയം വരുന്ന സമയത്ത്, അതിൻ്റെ ലിങ്ക് ഓപ്പൺ ആകുന്ന സമയത്ത് സപ്ലിമെൻ്ററി എക്സാമിന് രജിസ്റ്റർ ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിതിൽ ഏതാണ് വേണ്ടതെന്ന് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായ ഡേറ്റിനുള്ളിൽ തന്നെ അത് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കത് ഫോണിൽ തന്നെ കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. നമുക്കെല്ലാവർക്കും സ്റ്റുഡൻറ്റ് ലോഗിൻ ID ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് യൂണിവേഴ്സിറ്റിൻ്റെ വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? വളരെ എളുപ്പത്തിൽ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും.